പുതിയ ഒരു ഹിജറ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഏതാനും ദിവസങ്ങളെ കൊണ്ട് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വർഷത്തിൽ അള്ളാഹു നമുക്ക് സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകാൻ അത്ഭുതകരമായ ഒരു ടിപ്പ്, ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ ശീലിക്കുകയാണ്, നമ്മൾ പതിവാക്കുകയാണ്. അടുത്ത വർഷം മുഴുവനും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അത് ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ മുഹറമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബിയോടുകൂടി, അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ 30 പൂർത്തീകരിച്ച് വെള്ളിയാഴ്ച മഗ്‌രിബിയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. പുതിയ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റാഹത്തിൻ്റെയും ഇസ്സത്തിൻ്റെയും ആഫിയത്തിൻ്റെയും ഒക്കെ വർഷമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പുതിയ വർഷത്തിൽ നമ്മൾ ശീലിക്കേണ്ടുന്ന ഒരു പുതിയ ശീലം ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ശീലം പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോൾ പുതുതായി കൊണ്ടുവരണം. പഴയതിനേക്കാൾ കൂടുതൽ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നടത്തണം. പഴയതിനേക്കാൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ പുതിയ വർഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു പുതിയ വർഷം, വരാനിരിക്കുന്ന വർഷത്തിൽ നമ്മൾ പുതിയ ഒരു അമല്, പുതിയൊരു വിർദ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകും എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ 100% ഉറപ്പുള്ള അത്ഭുതകരമായ അമലാണ്. അതിനു മുമ്പ്, അമല് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധമായ മുഹറം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഒരു വർഷം കടന്നു വരുമ്പോൾ, ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വർഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നിഅമത്താനി മഅബൂനു ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒഴിവ് സമയങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന സമയം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന സമയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ യാചിക്കുന്ന 2 സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ സന്ദർഭം മരണത്തിന്റെ സമയമാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവേ, ഒരു അല്പസമയം എന്നെ പിന്തിക്കുമോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ യാചിക്കുമെന്നാണ്. അങ്ങനെ നമ്മൾ യാചിക്കുമ്പോൾ അള്ളാഹു പറയുവത്രേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും അള്ളാഹു മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹു മറുപടി പറയുമെന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദർഭം. അതാണ്. രണ്ടാമത്തെ ഒരു സന്ദർഭമുണ്ട്. സമയത്തിന് വേണ്ടി നമ്മളെ യാചിക്കുന്ന രണ്ടാമത്തെ സന്ദർഭം. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ വൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നരകാവകാശികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ അട്ടഹസിക്കുകയാണ്. നരകത്തിൽ കടന്നുകൊണ്ട് അവർ പറയുവത്രേ, അള്ളാഹുവെ, ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കുമോ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ, ഞങ്ങൾ സൽക്രമങ്ങൾ ചെയ്തു കൊള്ളാം. അള്ളാഹു പറയുവത്രേ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ നന്നായില്ല? അവസരങ്ങൾ തന്നില്ലേ? പ്രവാചകന്മാർ വന്നില്ലേ? താക്കീതുകാർ വന്നില്ലേ? ഉപദേശകർ വന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അനുസരിച്ചില്ല? അതുകൊണ്ട് ഇനിയൊരവസരമില്ല. ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ.
അക്രമികൾക്ക് യാതൊരു സഹായമല്ല, നരകശിക്ഷ അനുഭവിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ സമയത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവോട് യാചിക്കുന്ന രണ്ടാമത്തെ ഒരു സന്ദർഭമാണത്. അപ്പൊ സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ട നിസ്തുല്യമായ ഒരു അനുഗ്രഹമാണ്. ആ അള്ളാഹു നമുക്ക് അനുവദിച്ച സമയത്തിൽ നിന്നുള്ള ഓരോ സമയവുമാണ്, ഓരോ വർഷവുമാണ്, ഓരോ പുതിയ വർഷം കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നതിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഒരു അത്ഭുതകരമായ അമൽ നമ്മൾ പരിചയപ്പെടുകയാണ്. മുഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതേണ്ടുന്ന രൂപവും എഴുതേണ്ടുന്ന സമയവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുഹറം മാസത്തിൻ്റെ 1-ാം രാവിലോ പകലിലോ ആ അമല് ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും അഭിവൃദ്ധിയുമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഒരു അമൽ, പുതിയ ഒരു ശീലം, പുതിയ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. പുതിയ വർഷത്തിൽ നാം ആ ഒരു ദിക്ർ മുഴുവനായും കൊണ്ടു നടക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതാണ്, വഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമ്പത്ത് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഇസ്തിഗ്ഫാറാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ഇസ്തിഗ്ഫാറാണ്. എന്നാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ ഉണ്ട്, നമ്മുടെ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ച. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പഠിക്കുകയാണ്, പുതിയ വർഷം നമ്മൾ ശീലിക്കുകയാണ്, എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. ചില സമയങ്ങളിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, ചില സമയങ്ങളിൽ ഒരു ഇസ്തിഗ്ഫാറും ചൊല്ലാതിരിക്കുക എന്നതിനേക്കാൾ ഏറ്റവും ഹൈറായത് നമ്മൾ കൃത്യമായ ഒരു അളവ്, ആ അളവ് എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് 5 നേര നിസ്കാര ശേഷവും ഒരു 7 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ഒരു 41 പ്രാവശ്യമെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കാൻ പുതിയ വർഷത്തിൽ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടിത്തരും, അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, സാമ്പത്തികമായ സങ്കടങ്ങൾ മാറ്റിത്തരും, അള്ളാഹു നമുക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും അള്ളാഹു നൽകും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മുസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ളതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. 5 നേര നിസ്കാര ശേഷം കൃത്യമായൊരു എണ്ണം എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി വന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് നൂഹ് പരിചയപ്പെടുത്തിയതുപോലെ സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും അള്ളാഹു നമുക്ക് നൽകുന്നൊരു വർഷമായി അടുത്ത വർഷം, വരാനിരിക്കുന്ന ഈ വർഷം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കഴിഞ്ഞ ഈ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ അള്ളാഹു പുറക്കട്ടെ. പാപരഹിതമായ ഒരു വർഷമാക്കി അള്ളാഹു അടുത്ത വർഷത്തെ നമുക്ക് ഒരുക്കി തരട്ടെ. എപ്പോൾ മരിക്കുമ്പോഴും ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.